സീറ്റ് വിഭജനം പൂർത്തിയായിട്ടും വിമത ശല്യത്തെ തുടർന്ന് ഇടുക്കിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകാതെ കോൺഗ്രസ്. തർക്കം നിലനിൽക്കുന്ന കരിമണ്ണൂർ, പൈനാവ്, വെള്ളത്തൂവൽ അടക്കമുള്ള ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനായിട്ടില്ല. മുഹമ്മദ് ആഷിഖ് ചേർന്ന വിശദാംശങ്ങൾ നൽകാൻ. ആഷിഖ്, എന്താണ് ഇടുക്കി കോൺഗ്രസിലെ തർക്കം? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതേവരെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പൂർണ്ണമായും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യം. 2 ദിവസം മാത്രം ഉള്ളൂ ഇനി നോമിനേഷൻ നൽകുവാൻ വേണ്ടിയിട്ടുള്ള. എങ്കിലും ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് ജില്ലാ നേതൃത്വം പങ്കുവയ്ക്കുന്നത്. അല്പനേരം മുമ്പാണ് ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാൻ എന്ന പേരിൽ ജില്ലാ നേതൃത്വം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. പക്ഷെ ആ വാർത്താ സമ്മേളനത്തിൽ പോലും കോൺഗ്രസ് മത്സരിക്കുന്ന 12 ഡിവിഷനുകളിൽ 7 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ മാത്രം പ്രഖ്യാപിക്കാനാണ് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ കോൺഗ്രസിന് എന്നുള്ളത്. നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്നാർ, ദേവികുളം, വണ്ടിപ്പെരിയാർ, പാമ്പാടുംപാറ, വണ്ടൻമേട്, വാഗമൺ, രാജാക്കാട് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ്. എന്നാൽ നിലവിൽ തർക്കം നിലനിൽക്കുന്ന, വിമത ശല്യം നിലനിൽക്കുന്ന കരിമണ്ണൂർ, പൈനാവ്, വെള്ളത്തൂവൽ അടക്കമുള്ള 5 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിക്കാനായില്ല. അതിൽ കരിമണ്ണൂർ ഡിവിഷന് മേൽ യൂത്ത് കോൺഗ്രസ് വലിയ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷേ ഒരു വനിതാ നേതാവിനെ നിർത്താനുള്ള ജില്ലാ നേതൃത്വത്തിന്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പൈനാവ് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന KPCC മെമ്പറായ ഒരു നേതാവിനെ മത്സരിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. പക്ഷെ അതിനെതിരെ പ്രാദേശികമായ ചില നേതാക്കൾ പ്രതിഷേധം ഉയർത്തുന്നു. അങ്ങനെ വിവിധ ഡിവിഷനുകളിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരിക്കുന്ന 5 ഡിവിഷനുകളിൽ ഇപ്പോഴും വലിയ വിമത ശല്യം. ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഈ ഘട്ടത്തിൽ കടന്നാൽ വലിയ വിമത ശല്യം, പൊട്ടിത്തെറി അടക്കം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അനന്തമായി സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത്. ഏറ്റവും കുറഞ്ഞത് സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ നോമിനേഷൻ നൽകുന്നതിന്റെ 21-ാം തീയതി പുലർച്ചെയെങ്കിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. അതേസമയം ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ലീഗിന് സീറ്റില്ല എന്നുള്ള കാര്യം തീരുമാനമായിരിക്കുന്നു. മുസ്ലിം ലീഗ് അടിമാലി ഡിവിഷന് മേൽ അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിലും സീറ്റ് നൽകാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. മറ്റ് 5 ഡിവിഷനുകളിൽ കേരള കോൺഗ്രസ് മത്സരിക്കാനും തീരുമാനം ആയിട്ടുണ്ട്. മറ്റ് കോർപ്പറേഷനുകളിലെയും പഞ്ചായത്തുകളിലെയും സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ പറയാൻ കഴിയും. എന്നിട്ട് കൂടിയും 5 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളെ സ്ഥാനാർത്ഥികളിൽ നിർണ്ണയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഈ അല്പനേരം മുമ്പ് ഉച്ചയോടുകൂടി പൈനാവ് ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ജില്ലാ നേതൃത്വത്തിനെതിരെ വലിയ വെല്ലുവിളിയുമായി ധീരജ് കൊലപാതക കേസിലെ ഒന്നാം പ്രതി നിഖിൽ പൈലി ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അടക്കം രംഗത്ത് വന്നിരുന്നു. അങ്ങനെ